ഹലോ എവറി വൺ, വെൽക്കം ടു സെറ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാം ഹോളിൽ നമുക്ക് നമ്മുടെ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഒബേ EAN റൂൾ. ഇതിൽ ഏതാണ് EAN റൂൾ ഒബേ ചെയ്യാത്തത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഡസ് നോട്ട് ഒബേ EAN റൂൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2023 CUT എക്സാമിന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ EAN റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓരോ കോമ്പൗണ്ടിന്റെയും ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് അറ്റോമിക് കൗണ്ട് നമ്മൾ എടുക്കണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾക്ക് സിങ്ക് ടെട്രാ ഹൈഡ്രോക്സൈഡ് കോമ്പൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സിങ്കിൻ്റെത് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം സിങ്ക് ആണ്. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? നമ്മൾ സിങ്കിന്റെ അറ്റോമിക് നമ്പർ ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ സിങ്കിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 30 ആണ്. സോ 30 പ്ലസ് നമുക്ക് 4 OH മൈനസ് അയോൺസ് ആണ് ഉള്ളത്. സോ 4 OH മൈനസ് അയോൺസും കൂടെ ഓരോ ഇലക്ട്രോൺസ് വീതം ഡൊണേറ്റ് ചെയ്യും. സോ ടോട്ടൽ 4 ഇലക്ട്രോൺ. ദെൻ 2 മൈനസ് ചാർജ് ഉണ്ട്. സോ 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ ഉണ്ട്. സോ ഈക്വൽ ടു 36. ഓക്കെ, സോ EAN റൂള് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തിന്റെ നമ്പറുമായിട്ട് മാച്ച് ചെയ്യണം? നോബിൾ ഗ്യാസസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് മാച്ച് ചെയ്യണം. അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് EAN റൂള് ഒബേ ചെയ്യുന്നു എന്ന് പറയാം. മാച്ച് ചെയ്യുന്നില്ലെങ്കിലോ അത് EAN റൂള് ഒബേ ചെയ്യുന്നില്ല എന്നും പറയാം. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ 36, അതേപോലെ തന്നെ 54, 86. 36 എന്ന് പറയുന്നത് ക്രിപ്റ്റോൺ ആണ്. 54 എന്ന് പറയുന്നത് സെനോൺ ആണ്. ഓക്കെ, സോ ഈ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. EAN റൂളിൽ നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ, ടോട്ടൽ നമ്പർ ഈ നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് EAN റൂള് ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ 36 ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. സോ ആദ്യത്തെ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? EAN റൂള് ഒബേ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കുന്ന സമയത്ത് മെർക്കുറി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ മെർക്കുറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്. ദെൻ അയഡിൻ ഉണ്ട്, 4 അയഡിൻ ആണുള്ളത്. സോ 4 പ്ലസ് 2 മൈനസ് ആണുള്ളത്. സോ 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ വരുന്നത് കൊണ്ട് പ്ലസ് 2. സോ എന്ത് കിട്ടി? 86 ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത കോമ്പൗണ്ട് കോപ്പറിന്റെ കോമ്പൗണ്ട്. ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 29 ആണ്. ഓക്കെ, സോ അറ്റോമിക് നമ്പർ 29. ദെൻ 4 അമോണിയ ആണുള്ളത്. ഓരോ അമോണിയയും 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഡൊണേറ്റ് ചെയ്യുക. സോ 4 into 2 which is 8. ഓക്കെ, ദെൻ 2 പ്ലസ് ആണ്. 2 പ്ലസ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ മൈനസ് ചെയ്യണം. സോ എനിക്ക് എന്താ കിട്ടുന്നത്? 29 പ്ലസ് 6 which is 35. ഓക്കെ, സോ 35 ആണ് കിട്ടിയത്. അപ്പൊ ഇത് എന്ത് ഫോളോ ചെയ്യുന്നുണ്ടോ? EAN റൂള് ഫോളോ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റത്തെ കോമ്പൗണ്ട് കൂടെ നോക്കി നോക്കാം. ഇവിടെ അയൺ പെന്റാകാർബണിലാണ്. അപ്പൊ അയണിൻ്റെത് അറ്റോമിക് നമ്പർ 26 ആണ്. പ്ലസ് 5 കാർബണിൽ 5 CO മോളിക്യൂൾസ് ആണുള്ളത്. ഓരോന്നും 2 ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ഡൊണേറ്റ് ചെയ്യും. സോ 5 into 2 10. എന്ത് കിട്ടി? 36 കിട്ടി. സോ ഓപ്ഷൻ C ആണ് EAN റൂള് ഫോളോ ചെയ്യാത്തത്. ഓർത്തു വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വരുന്ന സമയത്ത് ഇവിടെ ഡസ് നോട്ട് ഒബേ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി
ഇവിടെ ചിലർക്ക് കൺഫ്യൂഷൻ വരെ എന്താന്ന് വെച്ചാൽ EAN റൂളും അതേപോലെ തന്നെ 18 ഇലക്ട്രോൺ റൂളും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, EAN റൂൾ എന്ന് പറയുന്നതും 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾസ് ആണ്. EAN റൂളിൽ നമ്മൾ എന്താ നോക്കുന്നത്, ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് നോബിൾ ഗ്യാസസിന്റെ അറ്റോമിക് നമ്പറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 18 ഇലക്ട്രോൺ റൂളിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 18 ഇലക്ട്രോൺസ് റൂളുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണക്കിലെടുക്കും. പിന്നെ ടോട്ടൽ ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യില്ല. നമ്മൾ വാലൻസ് ഡി സബ്ഷെല്ലിലുള്ള അല്ലെങ്കിൽ 3D ആണെങ്കിൽ 3D, 4D ആണെങ്കിൽ 4D അതിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. ഇവിടെ നമ്മൾ കോപ്പറിന്റെ ഒക്കെ കേസിൽ കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. സോ 29 ഇലക്ട്രോൺസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, EAN റൂളിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 18 ഇലക്ട്രോൺ റൂളിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ വാലൻസ് ആയിട്ടുള്ള ഡി ഇലക്ട്രോണിൽ അല്ലെങ്കിൽ ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ആ വാലൻസ് ഇലക്ട്രോൺസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഈ രണ്ട് റൂളും തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. The CFSE of copper NH3 6 times 2+. ഓക്കെ, നമുക്കിവിടെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ CFSE കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ NH3 എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചാർജ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ കോപ്പർ എന്ന് പറയുന്നത് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം വരെ കോപ്പർ 2+ൽ എത്ര ഡി ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ 2+ എന്ന് പറയുന്നത് D9 സിസ്റ്റം ആണ്. D9 സിസ്റ്റം. ഓക്കെ, D9 സിസ്റ്റം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് ഡയഗ്രാം, സ്പ്ലിറ്റിംഗ് ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഇനീഷ്യലി നമുക്ക് 9 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 9 ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ അത് നമ്മൾ T2G ലെവലായിട്ടും EG ലെവലായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഈ 9 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9. ഇവിടെ ചിലർക്ക് കൺഫ്യൂഷൻ തോന്നാം, NH3 എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണോ എന്നുള്ളത്. പൊതുവെ NH3 നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പക്ഷേ D9 സിസ്റ്റത്തിൽ അത് സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ വീക്ക് ഫീൽഡ് ആണെങ്കിലും രണ്ടിലും നമുക്ക് സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കിട്ടുക. സോ NH3 സ്ട്രോങ് ആയാലും വീക്ക് ആയാലും ഇവിടെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ CFSE കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.6 ഡെൽറ്റ ഒ ആണ്. ഇത് 0.4 ഡെൽറ്റ ഒ ആണ്. ഓക്കെ, സോ CFSE ഈസ് ഈക്വൽ ടു EGയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 + 1 3 ഇലക്ട്രോൺസ് ആണ് EG ലെവലിലുള്ളത്. സോ 3 × 0.6 ഡെൽറ്റ ഒ മൈനസ് ദെൻ T2G ലെവലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത്, 6 × 0.4 ഡെൽറ്റ ഒ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 1.8 ഡെൽറ്റ ഒ മൈനസ് 2.4 ഡെൽറ്റ ഒ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 0.6 ഡെൽറ്റ ഒ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ D9 കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെയറിംഗ് എനർജിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നില്ല. വേറെ ഏതെങ്കിലും കോൺഫിഗറേഷനിൽ ലോ സ്പിൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പെയറിംഗ് എനർജി കൂടെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ CFSE കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതും നിങ്ങൾക്ക് 2023 പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Match the following complexes with their corresponding magnetic moment values. നിങ്ങൾക്ക് 4 ഡിഫറെന്റ് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്.
അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ്സും തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? മാച്ച് ദി ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓരോ കോമ്പൗണ്ട് നമുക്ക് എടുത്തിട്ട് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യത്തത് Fe(F6) 3-. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കോമ്പൗണ്ട്സ് കിട്ടുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ Fe(F6) എന്ന് പറയുന്നതിൽ ഫ്ലൂറിൻ എന്താണ്? -1 ആണ്. സോ എക്സ് പ്ലസ് ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എഫിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എക്സ് എന്ന് എടുത്തു, എനിക്ക് അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഫ്ലൂറിൻ്റെത് -1 ആണ്. എൻ്റെ കയ്യിൽ 6 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. ദെൻ ഈക്വൽ ടു 3-. 3- എന്ന് പറയുന്ന ചാർജ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. സോ എക്സ് -6 ഈക്വൽ ടു -3. എക്സ് ഈസ് ഈക്വൽ ടു -3 plus 6 which is +3. സോ ഇവിടെ Fe എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, Fe +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് കിട്ടി. ദെൻ നമ്മൾ നോക്കേണ്ടത് Fe +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ എത്ര ഡി ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എത്ര ഡി ഇലക്ട്രോൺസ് ഉണ്ട്? Fe3+ എന്ന് പറയുന്നത് D5 സിസ്റ്റം ആണ്. D5 സിസ്റ്റം. സോ D5 സിസ്റ്റത്തിന് ഞാൻ സ്പ്ലിറ്റിംഗ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ 1 2 3 4 5 ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക? സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ഉണ്ടാവുക. T2G ലെവൽ ഉണ്ട്, ദെൻ EG ലെവൽ ഉണ്ട്. സോ നമുക്കിവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 5. 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. സോ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് √n × n+2 which is 5 × 5 + 2, 5 × 7 √35. ഓക്കെ, ഇനി ചിലർക്ക് സംശയം തോന്നാം, √35ന്റെ വാല്യൂ ഒന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും, എങ്കിൽ കൂടെ കാൽക്കുലേറ്റേഴ്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ √35 എന്നുള്ള വാല്യൂ നമുക്ക് അറിയുന്ന വാല്യൂ ഏതാണ്? √36 നമുക്കറിയാലോ. √36 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √35 എത്രയായിരിക്കും? 6നേക്കാളും കുറച്ച് കുറവായിരിക്കും, 5 പോയിന്റ് സംതിങ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? 5.93. സോ Fe(F6) 3- എന്ത് വന്നു? 5.93 വന്നു. ഓക്കെ, ഇനി അടുത്തത് ആരാണ് നമുക്ക് നോക്കാം. അടുത്തതില് ടൈറ്റാനിയം ഹെക്സാ അക്വ 3+ ആണ് തന്നിട്ടുള്ളത്. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് എന്താ? ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. സോ അത് പ്രത്യേകിച്ച് ചാർജ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ ടൈറ്റാനിയം ഏത് സ്റ്റേറ്റിലാ? 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്. ടൈറ്റാനിയം 3+ എന്ന് പറയുന്നത് D1 സിസ്റ്റം ആണ്. സോ D1 സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വാട്ടർ വീക്ക് ഫീൽഡ് ആണോ സ്ട്രോങ് ഫീൽഡ് ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അതെവിടെയായിരിക്കും ഉണ്ടാവുക? T2G ലെവലിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ n ഈസ് ഈക്വൽ ടു 1 ആണ്, പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട കാര്യമില്ല. സോ മ്യൂ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് n × n+2. സോ 1 × 1+2 നമുക്ക് എന്ത് കിട്ടി? √3 എന്ന് കിട്ടും. √3 എന്ന് പറയുന്നത് എത്രയാണ്? 1.73. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട്. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് നിക്കൽ ഹെക്സാ അക്വ 2+ ആയോ. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ടറിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല, അതുകൊണ്ട് നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും? 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, നിക്കൽ 2+. സോ നിക്കൽ 2+ എന്ന് പറയുന്നത് D8 സിസ്റ്റം ആണ്. D8 സിസ്റ്റം. സോ D8 സിസ്റ്റത്തില് 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് n is equal to 2 എന്നാണ് കിട്ടുന്നത്. 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. ദെൻ mu is equal to √n × n+2. സോ 2 × 2+2, 2 × 4 എന്ന് കിട്ടും, √8. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് √8ന്റെ വാല്യൂ അറിയില്ല,
പക്ഷെ നമുക്ക് എന്തറിയാം, √9 എന്ന് പറയുന്നത് 3 ആണെന്നറിയാം. അപ്പൊ 3നേക്കാളും കുറച്ച് കുറവായിരിക്കും വരിക, 2 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. നമുക്ക് അങ്ങനെ വാല്യൂ ഉണ്ടോ? യെസ്, 2.83. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത കോമ്പൗണ്ടില് ക്രോമിയം 3+ ആണ്. അമോണിയ എന്താണ്? ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്, ചാർജ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ ക്രോമിയം 3+. ക്രോമിയം 3+ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഡി ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക? D3 സിസ്റ്റം ആണ് ക്രോമിയം 3+. ഓക്കെ, സോ D3 സിസ്റ്റം ആയതുകൊണ്ട് തന്നെ n is equal to എന്തായിരിക്കും? 3 ആയിരിക്കും. നിങ്ങൾ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. mu is equal to √n into n+2, which is equal to 3 into 3+2, √15 കിട്ടും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ √16 എന്ന് പറയുന്നത് 4 ആണ്. സോ √15 എന്തായിരിക്കും? 3 പോയിന്റ് സംതിങ് ആയിരിക്കും. അതിനടുത്തുള്ള വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, 3.88. സോ ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സാമിൽ തന്നെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്? ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. In metal carbonyl complexes, as more electron density moves from metal d orbital to the anti-bonding orbital of carbon monoxide, the CO touching frequency. നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റല് കാർബൺ മോണോക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നുണ്ട് മെറ്റൽ കാർബണിൽ കോംപ്ലക്സിൽ. സോ മെറ്റൽ എന്ത് ചെയ്യുന്നു? അതിന്റെ ഡി ഓർബിറ്റലിൽ നിന്ന് കാർബൺ മോണോക്സൈഡിന്റെ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക്, ആന്റി ബോണ്ടിങ് പൈ ഓർബിറ്റലായിരിക്കും, പൈ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു. സോ ഇലക്ട്രോൺസിനെ ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പൈ സ്റ്റാർ ഓർബിറ്റൽ, ആന്റി ബോണ്ടിങ് ആയിട്ടുള്ള പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്ക് എന്ത് വ്യത്യാസമാണ് വരിക എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഓർക്കുക, ഒട്ടുമിക്ക മോളിക്യൂൾസിന്റെയും, ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക മോളിക്യൂൾസിന്റെയും ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതെന്താവും? അൺസ്റ്റേബിൾ ആവും. ഓക്കെ, ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്താവുന്നു? അൺസ്റ്റേബിൾ ആവുന്നു. സോ മെറ്റൽ സിഒയുടെ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് ഡി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? CO അൺസ്റ്റേബിൾ ആവുന്നു, വിച്ച് മീൻസ് സിഒയുടെ ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യുന്നു. ബോണ്ട് ഓർഡർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ബോണ്ട് ഓർഡർ ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ എന്താ നടക്കുന്നത്? ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഓർത്ത് വെക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സിന് എന്തായിരിക്കും? CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. വീക്ക് ആയിട്ടുള്ള ബോണ്ട്സിന് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ മെറ്റൽ ഡി ഇലക്ട്രോൺസിനെ ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് സിഒന്റെ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ കൂടുതൽ ഡി ഇലക്ട്രോൺസിനെ എന്താ പറയാ ആന്റി ബോണ്ടിങ്ങിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ബോണ്ട് എന്താവും? കൂടുതൽ വീക്ക് ആവും. സോ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതൽ എന്താ പറയാ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. നിങ്ങൾക്ക് ചിലപ്പം ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇതും 2023 പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. The number of terminal CO groups present in Fe2CO9. So Fe2CO9 ഇതെന്താണ്? ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്.
ആൻഡ് Fe2 വരുന്നുണ്ട്. ഓക്കെ, രണ്ട് മെറ്റൽ ആറ്റംസ് പ്രസന്റ് ആണ്. സോ രണ്ട് മെറ്റൽ ആറ്റംസ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ മെറ്റൽ മെറ്റൽ ബോണ്ടിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ Fe ബോണ്ട് ഉണ്ട്, ദെൻ 3 CO ഓരോ Fe ആയിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ദെൻ 3 CO ഗ്രൂപ്പ്സ് ബ്രിഡ്ജിങ് ആണ്. ഓക്കെ, സോ ഈ ആളുകളെ ഓരോ Fe ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള CO ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ CO എന്ന് പറയുന്നത്. ടെർമിനൽ CO. ദെൻ ഇതിന് രണ്ടിനെയും ബ്രിഡ്ജ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ CO ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജിങ് CO എന്ന് പറയുന്നത്. സോ Fe2CO9 ടോട്ടൽ എത്ര ടെർമിനൽ COs ഉണ്ട്, 6 ടെർമിനൽ COസും 3 ബ്രിഡ്ജിങ് COസുമാണ് ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നിക്കൽ ടെട്രാകാർബണിൽ ജോമെട്രി ഈസ് ടെട്രാഹെഡ്രൽ. സോ നമ്മൾ ജോമെട്രി ആദ്യം നോക്കണം. ഓക്കെ, സോ നിക്കൽ ടെട്രാകാർബണില് നിക്കൽ എന്ന് പറയുന്നത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 3D8 4s2 ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. നമ്മൾ ബോക്സ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ 3D4s then 4p. സോ 3D8 ആണ്, 1 2 3 4 5 6 7 8 then 4s2. ഇതാണ് നിക്കൽ 0യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി കാർബണിൽ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, കാർബണിൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആവുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, പെയറിംഗ് നടത്തുന്നുണ്ട്. സോ പെയറിംഗ് നടക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും, ദെൻ ഈ രണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടേക്കും വരും. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുക, ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു, നമ്മൾ ഇപ്പുറത്തേക്ക് പെയർ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ഒരു വേക്കൻസി വന്നില്ലേ, അതിലേക്ക് അടുത്ത ഇലക്ട്രോൺസ്, ഈ രണ്ട് ഇലക്ട്രോൺസ് വരും. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് sp3 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. ഈ എസും 4s-ഉം 3 4p ഓർബിറ്റൽസും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടും. സോ sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതെന്താണ്, ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റാ, നിക്കൽ ടെട്രാകാർബണില് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തത്, നിക്കൽ ടെട്രാകാർബണിൽ ഇസ് പാരാമാഗ്നറ്റിക്. നോക്കൂ, ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ, ഇല്ല, എല്ലാ ഇലക്ട്രോൺസും എന്താണ്, പെയർഡ് ആണ്. സോ ഇറ്റ്സ് നോട്ട് പാരാമാഗ്നറ്റിക്, അതെന്താണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. നിക്കൽ ടെട്രാകാർബണിൽ ഫോളോസ് 18 ഇലക്ട്രോൺ റൂൾ. സോ 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. സോ 18 ഇലക്ട്രോൺ റൂളിൽ പറയുന്നത് നിക്കൽ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ 3D8 4s2 അല്ലേ, ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെ 8, ഈ 2. സോ 10 + 4 CO ലിഗാൻഡ്സ് ആണുള്ളത്. ഓരോ ലിഗാൻഡും 2 ഇലക്ട്രോൺസിന് വീതം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ 4 × 2 8. സോ 18 ഇലക്ട്രോൺ വരുന്നുണ്ട്. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, 18 ഇലക്ട്രോൺ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ സിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലാസ്റ്റ്, നിക്കൽ ടെട്രാകാർബണിൽ ഈസ് ഫോംഡ് ബൈ ഡയറക്റ്റ് റിയാക്ഷൻ വിത്ത് നിക്കൽ ആൻഡ് CO. കറക്റ്റ് ആണ്. ഇതേ പ്രോസസ് ആണ് നമ്മൾ മോൺസ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതും. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. നിക്കൽ ടെട്രാകാർബണിൽ പാരാമാഗ്നറ്റിക് അല്ല, പകരം എന്താണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഇതും നിങ്ങൾക്ക് 2023 CUT എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ഓക്സിഹീമോഗ്ലോബിനില് അയണിന്റെ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഹീമോഗ്ലോബിൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ അയൺ എപ്പോഴും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. എങ്ങനെയുള്ള ഹീമോഗ്ലോബിൻ? ആക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ ആണെങ്കിൽ. ആക്റ്റീവ് ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആവാം, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത ഡീഓക്സി ഹീമോഗ്ലോബിൻ ആവാം. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിലും ഡീഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിലും അവിടെ ഹീമോഗ്ലോബിനിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +2 ആണ്. ഇനി ഡീഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ Fe+2 ഏത് സ്റ്റേറ്റിലാണ്? ഹൈ സ്പിൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഓക്സിയിലാണെങ്കിൽ Fe+2 ലോ സ്പിൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ആക്റ്റീവ് ഹീമോഗ്ലോബിൻ എന്ന് പറയാൻ കാരണം, നമുക്ക് മെത്ത ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വേറൊരു കോമ്പൗണ്ട് ഉണ്ട്. നമുക്ക് സയനൈഡ് പോയ്സണിങ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ചില ഹീമോഗ്ലോബിൻ എന്താവും? സ്വയം ഡീആക്ടിവേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു ഹീമോഗ്ലോബിനെയാണ് നമ്മൾ മെത്ത ഹീമോഗ്ലോബിൻ എന്ന് പറയാം. സോ അതെന്തായിരിക്കും? Fe+3 ആയിരിക്കും. അത് നിങ്ങളോട് പൊതുവെ ചോദിക്കാറില്ല. നിങ്ങളോട് അധികവും ചോദിക്കുക ഏതാണ്? ഓക്സി ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഡിയോക്സി ഹീമോഗ്ലോബിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ Fe2 ലോ സ്പിൻ Fe2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. നമുക്ക് 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിന്റെയും എന്താ ചോദിച്ചിട്ടുള്ളത്? ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞു നമുക്ക് അറിയാത്ത കോമ്പൗണ്ടിന് നമ്മൾ എക്സ് എന്ന് എടുക്കണം. മെറ്റലിന് ഞാൻ എന്ത് ചെയ്തു? Feനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ദെൻ CN-ന്റെ നമുക്കറിയാം -1 ആണ്. 5 CN- ഉണ്ട്. സോ -1 എടുത്തു. പ്ലസ് NO എന്ന് പറയുന്നത് +1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -2. X - 5 +1 ഈക്വൽ ടു -2. X ഈക്വൽ ടു -2 + 4 വിച്ച് ഈസ് +2. ഓക്കെ, എക്സിന്റെ എന്താണ് അല്ലെങ്കിൽ Feയുടെ എന്താണ്? +2 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തേതില് സിൽവർ ആണുള്ളത്. സിൽവറിനെ ഞാൻ എന്തെടുത്തു? എക്സ് എന്ന് എടുക്കുന്നു. ദെൻ CN തന്നെയാണുള്ളത് 2 × -1 വിച്ച് ഈസ് ഈക്വൽ ടു -1. സോ X - 2 ഈക്വൽ ടു -1. X ഈസ് ഈക്വൽ ടു -1 + 2 എന്ത് വന്നു? +1 എന്ന് വന്നു. ഓക്കെ, സോ +1 ആയിട്ട് ഞാൻ മാച്ച് ചെയ്തു. അടുത്തത് ക്രോമിയം En3 3+. ഓക്കെ, ഇവിടെ ക്രോമിയം അല്ല, എത്തിലീൻ ഡയമീൻ എന്താണ്? ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ചാർജ് തന്നെയായിരിക്കും എന്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? മെറ്റലിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഓക്കെ, ദെൻ നിക്കൽ ടെട്രാകാർബണിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അവിടെ നിക്കൽ എന്താണ്? 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത്. ഇതും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള. നിങ്ങൾ നോക്കൂ എത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇത്ര എളുപ്പമായിട്ട് വരുന്നത്. അതും ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ലാറ്റസ് എനർജി ഓഫ് ദ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഈസ്. അപ്പോൾ ലാറ്റസ് എനർജിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ലാറ്റസ് എനർജി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. വിച്ച് മീൻസ് ചാർജ് കൂടുന്ന സമയത്ത് ലാറ്റിസ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ റേഡിയസ് കൂടുന്ന സമയത്ത് ലാറ്റിസ് എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? NaCl NaI ഉണ്ട്. ദെൻ BaO CaO, ബേരിയം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും. അപ്പൊ നമ്മൾ ആദ്യം ചാർജ് നോക്കുകയാണെങ്കിൽ Na+
+1 -1 ആണ്. ഇവിടെ ബേരിയം +2 -2 ആണ്. ഓക്കെ, സോ കമ്പയർഡ് ടു ഈ ഗ്രൂപ്പ് NaCl-നെയും NaI-നെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബേരിയത്തിനും കാൽഷ്യത്തിന്റെയും കോമ്പൗണ്ടിനായിരിക്കും കൂടുതൽ ലാറ്റിസ് എനർജി ഉണ്ടാവുക. ബിക്കോസ് അവരുടെ ചാർജ് എന്താണ്, കൂടുതലാണ്. ദെൻ ബേരിയത്തിലും കാൽഷ്യത്തിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ടെണ്ണത്തിൽ ഏതിനാണ് കൂടുതൽ എന്തുള്ളത്, ലാറ്റിസ് എനർജി ഉള്ളത്? അപ്പൊ നമ്മൾ നോക്കേണ്ടത് റേഡിയസ് ആർക്കാണ് കൂടുതൽ. റേഡിയസ് കൂടുമ്പം ലാറ്റിസ് എനർജി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ കാൽഷ്യത്തിനെയും ബേരിയത്തിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിന്റെ റേഡിയസിനേക്കാളും കൂടുതലാണ് ബേരിയത്തിന്റെ റേഡിയസ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് കാൽഷ്യത്തിനായിരിക്കും ലാറ്റിസ് എനർജി എന്തുണ്ടാവുക, കൂടുതൽ ഉണ്ടാവുക. സോ CaOയുടെ ലാറ്റിസ് എനർജി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, മാക്സിമം. സോ ഓപ്ഷൻ എയും ഡിയും എന്താണ്, തെറ്റാണ്. ഓക്കെ, ദെൻ NaCl NaI വരുന്ന സമയത്ത് ഇതില് ഇവിടെ ഡിഫറൻസ് വരുന്നത് ക്ലോറിനിലും അതേപോലെ തന്നെ അയഡിനിലുമാണ്. ആനയോൺ പാർട്ടിലാണ് ഡിഫറൻസ് വരുന്നത്. സോ ക്ലോറിൻ, അയഡിൻ രണ്ടിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അയഡിൻ ആണ് എന്തുള്ളത്, റേഡിയസ് അല്ലെങ്കിൽ സൈസ് കൂടുതലുള്ളത്. അപ്പൊ റേഡിയസ് കൂടുന്ന സമയത്ത് ലാറ്റിസ് എനർജി കുറയും. സോ NaIയുടെ ആയിരിക്കും കുറവുണ്ടാവും. ഇതാണ് ഓർഡർ വരും. ഏതാ കറക്റ്റ് ആൻസർ? NaI, NaCl, BaO, Ca. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, അവസാനത്തെ ഒരു ചോദ്യം. ഓൺ ദ ബേസിസ് ഓഫ് MO തിയറി, മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് N2 ആൻഡ് N2+ ആർ. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം N2ലും അതേപോലെ തന്നെ N2+ലും എത്ര ടോട്ടൽ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. N2 എന്ന് പറയുന്നത് നൈട്രജനില്, ഒരു നൈട്രജനില് 7 ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. സോ N2 എന്ന് പറയുമ്പോൾ അവിടെ 14 ഇലക്ട്രോൺസ് ആയിരിക്കും. N2+ എന്ന് പറയുമ്പോൾ 13 ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മോർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ, മോർ ദാൻ 14 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവിടെ നമുക്ക് ആദ്യം വരുന്നത് σ2pz ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് സിഗ്മ വരും, ദെൻ π2px, π2py, then pi star 2px, pi star 2py, then sigma star 2pz. ഇതാണ് 14 അല്ലെങ്കിൽ മോർ ദാൻ 14. ഓക്കെ, ഇനി ലെസ് ദാൻ 14 ആണെങ്കിൽ, ലെസ് ദാൻ 14 ഇലക്ട്രോൺ ആണെങ്കിൽ ആദ്യം നമുക്ക് അവിടെ വരുന്നത് π2px ആണ്. പൈ ഓർബിറ്റലാണ് ആദ്യം വരുന്നത്. π2px, π2py, then sigma 2pz, then pi star 2px, pi star 2py, then sigma star 2pz. ഇതാണ് ഓർഡർ വരിക. ഓക്കെ, സിഗ്മ സ്റ്റാർ ആണ്, സിഗ്മ സ്റ്റാർ 2pz. ഓക്കെ, സോ N2 എന്ന് പറയുമ്പോൾ 14 ഇലക്ട്രോൺസ് ആണ്. സോ അത് ആദ്യത്തെ ഈ ഒരു കണ്ടീഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, അവിടെ 14 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ എനിക്ക് എങ്ങനെ എഴുതാം, സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. എത്ര ഇലക്ട്രോൺ ആയി? 2, 4, 6, 8. ഓക്കെ, ദെൻ അടുത്തത് മോർ ദാൻ 14 ആയതുകൊണ്ട് തന്നെ ആദ്യം ആരാണ് വരിക? സിഗ്മ 2pz. സിഗ്മ 2pz 2, 2, 4, 6, 8, 10. ഇനി എനിക്ക് 4 ഇലക്ട്രോൺസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. സോ π2px, π2py, 12, 14. സോ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. സോ N2 എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് കിട്ടി.
ഇനി N2+ എന്താണെന്നാണ് നോക്കേണ്ടത്. സോ N2+ എന്ന് പറയുമ്പോൾ അവിടെ ലെസ് ദാൻ 14 ഇലക്ട്രോൺസ് ആണ് പറയുന്നത്. സോ ലെസ് ദാൻ 14 ഇലക്ട്രോൺസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഓർഡർ വരെ കറക്റ്റ് ആയിരിക്കും. ദെൻ നമുക്ക് ആദ്യം ആരാ വരിക? പൈ ഓർബിറ്റൽസ് ആണ് വരിക. പൈ 2px, പൈ 2py, then sigma 2pz. ഓക്കെ, 2 4 6 8 10 12 then 13. 13ാമത്തെ ഇലക്ട്രോൺ എവിടെയാ പോകുന്നത്? സിഗ്മ 2pz ഓർബിറ്റലിലാണ്. സോ ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താ? അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ N2+ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. സോ ആദ്യത്തേത് N2 ഡയാമാഗ്നറ്റിക് ആൻഡ് N2+ പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.